നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ മുകളിൽ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെച്ച് പുലർത്തുന്നവരാണ് അല്ലേ. പക്ഷേ ഈ എക്സ്പെക്ടേഷൻസ് ഒക്കെ വന്നിട്ട് നമുക്ക് അവസാനം ഡിസപ്പോയിൻമെന്റ്സ് ആണ് തരുന്നത്. അപ്പോൾ ഈ എക്സ്പെക്ടേഷൻസിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നതിന് ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കുന്നത് മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യുന്നു എന്നതിൽ നിന്നല്ല, നമ്മൾ അവരിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് കിട്ടാതെ വരുമ്പോഴാണ്. നിങ്ങളൊരു കോൾ എക്സ്പെക്ട് ചെയ്യുന്നു, മെസ്സേജ് എക്സ്പെക്ട് ചെയ്യുന്നു, ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നു, സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു പേഴ്സൺ അയാളുടെ ടേംസിൽ, അയാളുടെ റൂൾസിൽ അയാളുടെ ജീവിതം ജീവിക്കുന്നു. അപ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത കാര്യം നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫല്ല അവിടെ കൊളാപ്സ് ആവുന്നത്. ആ ഒരു വ്യക്തിനെ പറ്റി നിങ്ങൾ നിങ്ങളുടെ ഹെഡിൽ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ആണ് അവിടെ കൊളാപ്സ് ആവുന്നത്. സോ എക്സ്പെക്ടേഷനെ റിമൂവ് ചെയ്യേണ്ട മെത്തേഡ് വളരെ സിമ്പിൾ ആണ്. ആ ഒരു റിയൽ പേഴ്സണെയും നിങ്ങളുടെ ഹെഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അയാളുടെ ഫാൻറ്റസി വേർഷനെയും റിയാലിറ്റി കൊണ്ടും ഫാക്ട്സ് കൊണ്ടും സെപ്പറേറ്റ് ചെയ്യുക. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയിടുക. അറ്റൻഷൻ ആണോ, ലവ് ആണോ, കെയർ ആണോ, സപ്പോർട്ടാണോ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡാണോ, ഇതൊക്കെ വന്നിട്ട് എഴുതിയിടുക. എന്നിട്ട് അയാളെ കൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത എക്സ്പെക്റ്റേഷൻസ് ഒക്കെ വന്നിട്ട് ക്രോസ് ഔട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ശരിക്കും അയാളുടെ റിയൽ വേർഷനാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അവരോടുള്ള ദേഷ്യം നിങ്ങളുടെ ഹെഡിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത സ്റ്റോറീസ് അല്ലെങ്കിൽ ഫാൻറ്റസീസ് കൊളാപ്സ് ആവുമ്പോൾ ഉണ്ടാവുന്ന ദേഷ്യമാണ് അതൊക്കെ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഓൺ റീസൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് വന്നിട്ട് ഡിസപ്പിയർ ആകുമ്പോൾ നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടും. ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ട് പുറത്തേക്ക് പോകണോ എന്നുള്ള ഡിസിഷൻ നിങ്ങൾക്ക് അപ്പോഴാണ് എടുക്കാൻ പറ്റുക. അത് മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്കൊരു വിക്ടിം മെൻറ്റാലിറ്റി വരില്ല. ആൾ എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ എന്നെ ഭയങ്കര പുവറായിട്ട് ട്രീറ്റ് ചെയ്തില്ലേ എന്നുള്ള ആ ഒരു തോട്ട് ഉണ്ടല്ലോ, ആ ഒരു ബാധിക്കപ്പെട്ട ആൾ എന്നുള്ള ആ ഒരു തോട്ട് അതവിടെ വരില്ല. നിങ്ങൾ ആ ഒരു വിക്ടിം പൊസിഷനിൽ നിന്ന് മാറും. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് അക്യൂസേഷൻസ് അവിടെ റിയാലിറ്റിയാണ് മുമ്പിൽ വരുന്നത് അല്ലേ. ഇഫ് എ പേഴ്സൺ gives less than you need, it's not betrayal, it's information and now the decision is yours. ഇവിടെയാണ് നിങ്ങൾക്ക് റിയൽ സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. കാരണം എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ഒരു ഹിഡൻ ഫോം ഓഫ് കൺട്രോൾ ആണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ അവരെ സ്നേഹിക്കുകയാണെന്ന്, പക്ഷെ ആക്ച്വലി നിങ്ങൾ വേറൊരാളുടെ ബിഹേവിയറിനെ കൺട്രോൾ ആണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ കൺട്രോൾ ഇല്ലാതാവുമ്പോൾ നിങ്ങൾക്ക് ഫൈനലി ആ ഒരു പേഴ്സണെ ആ ഒരു പേഴ്സണായിട്ട് തന്നെ ഒരു ഫിൽറ്ററും ഇല്ലാതെ കാണാൻ പറ്റും. അപ്പോൾ നീ ഇതെനിക്ക് ചെയ്തു തരാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു തോട്ടും ഇല്ലാതാവും, ടോക്സിക് ഡിപ്പെൻഡൻസിയും ഇല്ലാതാവും. മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ചിട്ട് ഒരാൾ നിങ്ങളോട് ബിഹേവ് ചെയ്യണം എന്ന് നിങ്ങൾ കരുതുമ്പോൾ അവിടെ നിങ്ങളുടെ എനർജി തന്നെയാണ് ലോസ് ആവുന്നത്. അതേപോലെ ഒരു എക്സ്പെക്റ്റേഷൻസും ഇല്ലാതെ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ ഗെയിൻ ചെയ്യുന്നത് ഫ്രീഡമാണ്. ഇനി ഞാൻ സ്പിരിച്വലി പറയുകയാണെങ്കിൽ, ഒരു ട്രൂ സ്പിരിച്വൽ സീക്കർ ഒരിക്കലും ഒന്നും ഒരാളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. കാരണം അവർ ഭയങ്കര സേഫ് ആയിരിക്കും, ഇന്റേണലി ഭയങ്കര സേഫ് ആയിരിക്കും. കാരണം അവർക്കറിയാം അവരുടെ ഓരോ സ്റ്റെപ്പിലും വന്നിട്ട് യൂണിവേഴ്സ് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല, അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് അത് മാത്രമല്ല, അവരുടെ മനസ്സമാധാനം കുറച്ച് ഡിസ്റ്റർബ് ആകുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഫുൾ റീസൺ അവർ തന്നെയാണ് എന്ന്. അവരൊരിക്കലും മറ്റുള്ളവരെ നോക്കി ഇവർ കാരണമുണ്ട് ഞാൻ ഇങ്ങനെ ആയി എന്ന് പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് വല്ലതും എക്സ്പെക്റ്റ് ചെയ്യുകയോ ഒന്നും അവർ ചെയ്യില്ല. അവരിൽ ഭയങ്കര കണ്ടന്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ്മെന്റ് ഇല്ലാത്തവരാണ് മറ്റുള്ളവരിൽ നിന്ന്, ലെറ്റ് ഇറ്റ് ബി ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി, മറ്റുള്ളവരിൽ നിന്ന് പലതും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കണ്ടന്റ്മെന്റ് ഉള്ളവർക്ക് ഒരിക്കലും എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല. അപ്പോൾ മനസ്സിലാക്കുക, റിയാലിറ്റിനെയും കാട്ടിലും മനുഷ്യർ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് അവരുടെ ഹെഡിലാണ്. അവരുടെ തോട്ട്സ്, അവരുടെ എക്സ്പെക്റ്റേഷൻസ്, അവരുടെ ഡിസയേഴ്സ് തന്നെയാണ് അവർക്കെതിരായിട്ട് തിരിയുന്നത്. താങ്ക് യു സോ മച്ച്.